ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ സ്കൂൾ കലോത്സവം എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ്. അതിനായിട്ട് നമുക്ക് ഗൂഗിളിൽ കയറി ഉത്സവം കൈറ്റ് എന്ന് നമുക്ക് കൊടുത്താൽ മതി. നമുക്കതിൻ്റെ റിസൾട്ട് വരുന്നതായിരിക്കും. ഇനി എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആദ്യമേ തന്നെ ആ ഒരു കലോത്സവത്തിൻ്റെ സൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ulsavam.kite.kerala.gov.in എന്നുള്ളതാണ് ആ ഒരു സൈറ്റിൻ്റെ URL. അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെയൊരു ഇൻ്റർഫേസാണ് ലഭിക്കുന്നത്. ഇപ്പം നമ്മുടെ 14 ജില്ലകളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പം നമുക്ക് ഈ ഒരു പേജിനകത്ത് പരിചയപ്പെടാനുള്ളത് ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഒരു ലിങ്കാണ്. അതിനകത്ത് നമ്മുടെ കലോത്സവവുമായി ബന്ധപ്പെട്ട എല്ലാ സർക്കുലറും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കലോത്സവം മാനുവൽ എന്നിവയെല്ലാം കാണാവുന്നതാണ്. ആവശ്യമുള്ളവർ അത് ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്യേണ്ടതാണ്. ഇനിയിപ്പം നമുക്ക് ഏതൊക്കെ ഐറ്റംസ് ഉണ്ട് എന്നുള്ളത് നമുക്കിവിടെ ഐറ്റംസ് എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതാണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു PDF ഫയലാണ് ലഭിക്കുന്നത്. അതിനകത്ത് എല്ലാ ഐറ്റംസും കിടപ്പുണ്ട്. ഐറ്റംസിൻ്റെ കോഡും അതിൻ്റെ പേരും എല്ലാം കിടപ്പുണ്ട്. ആവശ്യമുള്ള എല്ലാവരും ഇത് സേവ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. ഇത് ക്ലോസ് ചെയ്യുകയാണ്. ഓക്കെ, നമുക്കിനി ഇപ്പം അർച്ചീവ്സ് കാണാം. ഇത് കഴിഞ്ഞ വർഷങ്ങളിലെ കലോത്സവവുമായി ബന്ധപ്പെട്ട പോയിന്റുകളൊക്കെയാണ്. അത് പരിശോധിക്കണമെന്നുണ്ട് എങ്കിൽ നമുക്ക് അതവിടെ ചെക്ക് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ വർഷങ്ങളിലെ സംസ്ഥാനതല മത്സരങ്ങളിലെ റിസൾട്ടുകളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. അതുപോലെ തന്നെ നമ്മുടെ കലോത്സവം കൂടാതെ സ്പെഷ്യൽ സ്കൂൾ കലോത്സവം കൂടി നടക്കുന്നുണ്ട്. അതിൻ്റെ ലിങ്കും നമുക്കിവിടെ കാണാവുന്നതാണ്. ആവശ്യമുള്ളവർ അതും ചെക്ക് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് സ്കൂളുകൾ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ് അടുത്തത് കാണിക്കാൻ പോകുന്നത്. നമുക്കിവിടെ എല്ലാ ജില്ലകളും കിടപ്പുണ്ട്. ആ ജില്ലയിൽ നമ്മുടെ ജില്ല ഏതാണോ എന്നുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ കോട്ടയം കൊടുക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് ഇവിടെ നമുക്ക് സെലക്റ്റഡ് ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന ലിങ്ക് കൂടി കിടപ്പുണ്ട്. അതിനകത്ത് കയറുകയും നമുക്ക് സെലക്ട് ചെയ്യാം. ഈ ഒരു ലിങ്കും ഈ മെയിൻ കാണുന്ന ചിത്രങ്ങളോട് കൂടിയ ഈ ഒരു ലിങ്കും ഒന്ന് തന്നെയാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. അപ്പോൾ ഞാനിവിടെ കോട്ടയം കൊടുക്കുകയാണ്. കോട്ടയം കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് മുകൾ ഭാഗത്തായിട്ട് നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും ക്യാപ്ചയും എൻ്റർ ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് യൂസർ നെയിമായിട്ട് സമ്പൂർണ്ണ യൂസർ നെയിമും പാസ്വേഡുമാണ് നമുക്ക് കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്തതിന് ശേഷം നമുക്ക് അവിടെ കാണുന്ന ക്യാപ്ചയും കൂടെ ടൈപ്പ് ചെയ്ത് ലോഗിൻ കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ ലോഗിൻ കൊടുക്കുകയാണ്. ലോഗിൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കൂളിൻ്റെ പേര് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വെൽക്കം ഏത് സ്കൂളാണ് എന്നുള്ളത് മുകളിൽ നമുക്ക് കാണാവുന്നതാണ്. ഈ ഒരു പേജിൽ നമുക്ക് ഏതൊക്കെ ഐറ്റംസ് 2025-26 എന്നുള്ളത് നമുക്കിവിടെ ലിങ്കായിട്ട് കാണാവുന്നതാണ്. ഇനിയിപ്പം നമുക്ക് രജിസ്ട്രേഷൻ ആണുള്ളത്. ആ ഒരു രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സ്കൂൾ എൻട്രി എന്ന് പറഞ്ഞ് നമുക്ക് കാണാവുന്നതാണ്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് വരുന്നതാണ്. ഇനിയിപ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ട് എങ്കിൽ അതെല്ലാം എഡിറ്റ് ചെയ്യുക. അത് നമുക്കിവിടെ നേരിട്ട് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. താഴെ നമുക്ക് എഡിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. ആ എഡിറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഈ ഒരു വിൻഡോസ് നമുക്ക് എഡിറ്റബിൾ ആകുകയുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. ഞാനിവിടെ എഡിറ്റ് കൊടുക്കുകയാണ്. എഡിറ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു ചെറിയൊരു കളർ ചേഞ്ചൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് എന്തൊക്കെയാണോ ചേഞ്ച് വരുത്തേണ്ടത് അതെല്ലാം നമുക്കിവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ സാധാരണ പ്രിൻസിപ്പൽ, ഹെഡ് മാസ്റ്റർ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹൈസ്കൂളൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രിൻസിപ്പൽ കൊടുക്കാം. LP സ്കൂളൊക്കെ ആണെങ്കിൽ ഹെഡ് മാസ്റ്റർ കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ടീം മാനേജർ എന്ന് പറഞ്ഞ് ഒരു എൻട്രി നടത്തേണ്ടതായിട്ടുണ്ട്. അത് സ്കൂളിലെ കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് ഏത് ടീച്ചറിനാണോ ചാർജ് ഉള്ളത് ആ ടീച്ചറിൻ്റെ പേരും ഫോൺ നമ്പറുമാണ് നമുക്കിവിടെ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം ഓർക്കുക. അതുപോലെ തന്നെ ഒന്നിലധികം ടീം മാനേജർമാരുണ്ട് എങ്കിൽ നമുക്കിവിടെ ആഡ് ന്യൂ കൊടുത്ത് നമുക്ക് അവരെ ആഡ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പം നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ് എന്നുള്ളത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് നമ്മുടെ സമ്പൂർണ്ണയിലുള്ള നമ്പർ തന്നെ കൊടുക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അതെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക്
കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ അതെല്ലാം സേവ് ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഓരോ കുട്ടികളെയും അതിനകത്ത് ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് നമുക്കിവിടെ ആഡ് പാർട്ടിസിപ്പൻ്റ് എന്ന് പറഞ്ഞ് നമുക്ക് കിടപ്പുണ്ട്. അതിനകത്ത് ആദ്യം തന്നെ നമുക്ക് സെക്ഷൻ കാണാം. LP, UP, സെക്കൻഡറി, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, ഇതിലേത് വിഭാഗത്തിലാണ് പെടുന്നത് എന്നുള്ളത് കൊടുക്കുക. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് അഡ്മിഷൻ നമ്പറാണ് കൊടുക്കാനുള്ളത്. നമ്മുടെ സ്കൂളിലെ ആ ഒരു കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ കൊടുക്കുക. നമുക്ക് ആ ഒരു കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ മാത്രം കൊടുത്താൽ മതിയായിരിക്കും. കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു കുട്ടിയുടെ പേര് നമുക്ക് വരുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് കുട്ടിയുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചൂസ് ഫയൽ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ പ്രത്യേകം ഓർക്കേണ്ടത് ആ ഫോട്ടോയുടെ സൈസ് 30 KB കൂടാൻ പാടില്ല. അതുപോലെ തന്നെ ഹൈറ്റും വിഡ്ത്തും 200x200 ആയിരിക്കണം എന്നുള്ള കാര്യമൊക്കെ ഓർക്കുക. ഇനി ആ കുട്ടിയുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് എങ്കിൽ നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. അവ ഉണ്ട് എങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ കൊടുത്തില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്കിവിടെ ഐറ്റം കോഡാണ് കൊടുക്കേണ്ടത്. ആ കുട്ടി ഏതൊക്കെ മത്സരത്തിനുണ്ടോ ആ ഐറ്റത്തിൻ്റെ എല്ലാം പേരുകൾ നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. ഐറ്റത്തിൻ്റെ കോഡെല്ലാം നമുക്ക് ഇപ്പോഴത്തെ ലിങ്കിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് എന്നുള്ള കാര്യം ഓർക്കുക. അതുപോലെ തന്നെ പിന്നണി ഐറ്റംസ് ഉണ്ടെങ്കിൽ അതും ഇവിടെ കൊടുക്കുക. നമ്മുടെ ഗ്രൂപ്പ് ഐറ്റംസ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എങ്കിൽ അതെല്ലാം കൊടുത്ത് നമുക്കിവിടെ സേവ് പാർട്ടിസിപ്പൻ്റ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ കുട്ടിയെ നമ്മൾ സേവ് ആക്കിയിട്ടുണ്ട്. അത് സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് നമുക്കിവിടെ മേളിൽ കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത കുട്ടികളെല്ലാം നമുക്ക് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ലിസ്റ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ആ കൊടുത്ത കുട്ടിയുടെ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എഡിറ്റ് ബട്ടൺ കിടപ്പുണ്ട്. എഡിറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പഴയ വിൻഡോയിലേക്ക് പോകുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ മാറ്റം വരുത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും താഴെ അത് കാണാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ആ കുട്ടിയെ വേണ്ട മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഡിലീറ്റ് ഓപ്ഷനും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഡിലീറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളോട് ഒരു കൺഫർമേഷൻ ചോദിക്കുന്നുണ്ട്. അത് ഓക്കെ കൊടുക്കുകയാണ് എങ്കിൽ ആ ഒരു കുട്ടി ഈ ലിസ്റ്റിൽ നിന്ന് പോകുന്നതാണ്. ഞാനിപ്പം ക്യാൻസൽ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ സ്കൂളിലുള്ള എല്ലാ കുട്ടികളെയും ആഡ് ചെയ്തതിന് ശേഷം താഴെ ക്രിയേറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്ന ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അത് അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കൂളിലെ എല്ലാ ഐറ്റത്തിനും പങ്കെടുത്ത കുട്ടികളുടെ എല്ലാം ലിസ്റ്റ് നമുക്ക് ലഭിക്കുന്നതാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കലോത്സവവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളുണ്ട് എങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.